ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് അല്ലേ? എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് ക്രിസ്മസും അവധിയൊക്കെ അല്ലേ, അപ്പോൾ ഒരു ക്രിസ്മസ് ഡേ ഇൻ മൈ ലൈഫ് ആയാലോ അല്ലേ? മൈ ലൈഫ് അല്ല, അവർ ലൈഫ്. നിന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് അവധിയൊക്കെയാ, നല്ല തണുപ്പുണ്ട്. ഞങ്ങളൊക്കെ തന്നെ താമസിച്ചാണ് എണ്ണീറ്റ്. ഞാനും ഉറക്കമായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റ് കൊണ്ടാണ് എണീറ്റ്. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ പൊന്നു? പപ്പ ഭയങ്കര ഉറക്കമാണ്. ഞാനും ഉറക്കമായിരുന്നു. ഇവൾ എഴുന്നേറ്റത് കൊണ്ടാണ് ഞാനും എഴുന്നേറ്റ്. അവധിയായിട്ട് നിനക്ക് കിടന്നുറങ്ങത്തില്ലായിരുന്നു ഒരു കള്ളിപ്പെണ്ണെ. ഇപ്പം പപ്പ എണീറ്റ് വരുന്നതേ ഉള്ളൂ. പപ്പ എണീക്കുമ്പോഴത്തേനും നമുക്ക് ആ പാപ്പ ഉണ്ടാക്കിയതല്ലേ. പപ്പ എന്തിയാ മോനെ? പപ്പ വാവോയാന്ന് പറഞ്ഞേ. പറ പപ്പ വാവോ. പറ വാവോ. വാവോ അല്ലേ പപ്പ? നീ പപ്പ എണീക്കുന്നവരെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കുടയ്ക്കും. കിശുമശ് ആപ്പി കിശുമശ്. അപ്പോഴത്തേനും അമ്മ കാപ്പി ഇട്ടായിരുന്നു. പിന്നെ ഞാൻ പോയി ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചു. എന്നും രാവിലെ ഒരു കട്ടൻ കാപ്പി മസ്റ്റാണ്. പിന്നെ അമ്മയെ കണ്ടപ്പോഴത്തേന് കുഞ്ഞു പോയി അമ്മയുടെ തോളിലങ്ങ് കയറി. പിന്നെ രണ്ടുപേരുടെ മിറ്റം വഴി തൂക്കലും വാരലും ഒക്കെ നടക്കുമായിരുന്നു. അതിനിടയ്ക്ക് ആശാട്ടി മേളിൽ ഉപ്പാപ്പൻ്റെ വീട്ടിലോട്ടങ്ങ് കയറിപ്പോയി. അവൾക്ക് അവിടെ വീട്ടിൽ ഇരിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം മേളി വീട്ടിൽ പോകുന്നതാണ്. അവിടെ ആൻറ്റി പെണ്ണും പീപ്പിയും എന്ന് പറഞ്ഞാൽ അപ്പാപ്പിയും അവിടെ താളത്തിനൊത്ത് അങ്ങ് തുള്ളിക്കോളും. നമ്മുടെ വീടും ഉപ്പാപ്പൻ്റെ വീടും തമ്മിൽ ഇത്ര ദൂരമുള്ളൂ കേട്ടോ. നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ഉപ്മാവാണ് കേട്ടോ. അപ്പം ലൂസ് റവ വാങ്ങിച്ചത് കൊണ്ട് അതൊന്ന് വറുത്തെടുത്തു. പിന്നെ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ ക്യാരറ്റൊന്നും ഇല്ലായിരുന്നു, ഉള്ളത് വെച്ച് അങ്ങ് തട്ടിക്കൂട്ടാന്ന് വെച്ചു. അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, പഴമാണ്. കൂടെ നമ്മൾ പാൽച്ചായയും കൂടി ഇടുന്നുണ്ട്. കൂടെ കുറച്ച് കപ്പയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എന്തിനാന്നല്ലേ? അമ്മയ്ക്ക് കഴിക്കാനാ. അമ്മയ്ക്ക് രാവിലെ പലഹാരങ്ങളെക്കാട്ടി കൂടുതൽ ഇഷ്ടം കപ്പ, ചക്ക തുടങ്ങിയവയൊക്കെ. ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ കേക്കൊന്നും വാങ്ങിയില്ലെങ്കിലും നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി രാവിലെ നമുക്ക് അന്നേരം ഒരു കേക്ക് കൊണ്ടു തന്നു കേട്ടോ. ചേച്ചി കേക്ക് തന്നു ഒറ്റപ്പോക്ക്. ചേച്ചിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഉപ്പുമാവൊക്കെ വിളമ്പി 2 പഴമൊക്കെ വെച്ച് ചൂട് ചായയും കൂടെ വെച്ച് കഴിക്കാനിരുന്നു. തറയിലൊരു പായൊക്കെ ഇട്ടിരുന്ന് 4 പാടും വലിച്ചെറിഞ്ഞിട്ടാണ് കുഞ്ഞിപ്പെണ്ണ് കഴിക്കുന്നത്. കുഞ്ഞ് തന്നെ കഴിച്ചോളും. കുഞ്ഞിന് കൊടുത്തിട്ട് ഞാനും കൂടെ അങ്ങ് കഴിച്ചു. എൻ്റെ കൂടെ അമ്മ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അമ്മ കപ്പയും മീൻകറിയുമാണ് കഴിച്ചത്. അവിടെ പപ്പ കഴിക്കാൻ വന്നപ്പം ചാടിക്കയറി ടേബിളിൻ്റെ പുറത്തിരുന്ന് പപ്പായ്ക്ക് വാരി കൊടുക്കുക. ഞങ്ങൾ 2 ആൾക്കാരപ്പുറത്ത് മാറിയിരുന്നിട്ട് ഞങ്ങളെ മൈൻഡ് പോലും ചെയ്യാതെ അവളുടെ അപ്പനെ മാത്രം കരുതുന്ന കണ്ടോ. പെൺമക്കൾ അങ്ങനെ. കഴിപ്പ് കഴിഞ്ഞപ്പോഴത്തേന് ഹാളൊക്കെ ഈ വിധമായിട്ടുണ്ട്. വായിലായിരിക്കുന്നെങ്കിലും ആ തറ മുഴുവനും ഉപ്പുമാവാക്കും. അങ്ങനെ 2 പേരെയും പിടിച്ച് വെളിയിലോട്ട് ഇറക്കിയിട്ട് ആ ഹാള് മൊത്തം ഞാൻ തൂത്തങ്ങ് ഇറക്കി. ഒരു ദിവസം ഈ ഹാൾ എത്ര പ്രാവശ്യം തൂക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ അങ്ങനെ അല്ലേ. കഴിപ്പൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയെല്ലാം കൂടെ അലക്കി അങ്ങ് കൂട്ടി. എന്നിട്ട് കൊണ്ടതങ്ങ് വിരിച്ചിട്ടു. ക്രിസ്മസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പകല് മുഴുവൻ ഭയങ്കര ചൂടാ. അതുകൊണ്ട് തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോഴത്തേനും അപ്പനും മോളും കൂടെ മിറ്റത്തിൽ ലേശം പണിയുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മുടെ മിറ്റമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുവാണ്. പപ്പായ്ക്ക് അവധി ആയതുകൊണ്ട് പപ്പായുടെ മൂട്ടിൽ നിന്ന് മാറുന്നേ ഇല്ല. ഇന്നലെ വെച്ച ചോറുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുക്കണം ഇനി. പിന്നെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. ഇതുകൂടാതെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു കറി വേണമല്ലോ. അപ്പം അമ്മ കുമ്പളങ്ങ കറി വെച്ചു. കൂടെ ഒരു പാവയ്ക്കാത്തീയലും കൂടെ ഉണ്ടാക്കി. അങ്ങനെ ഇരുന്നപ്പോൾ മോനിച്ചേട്ടൻ ചിറ്റാറിലൊരു ആവശ്യത്തിന് വേണ്ടി പോയി. അത് കണ്ട് കാറി കൂവിയ പെണ്ണിനെ അകത്തോട്ടെടുത്തോണ്ട് വന്ന് വണ്ടിയിലോട്ട് കയറ്റിയിരുത്തി 2 റൗണ്ട് ഓടിച്ചങ്ങ് സമാധാനപ്പെടുത്തി. പിന്നൊന്ന് കുളിപ്പിച്ചു. കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കരച്ചിലോട് കരച്ചിൽ. ഇനി അവൾക്ക് ഉറങ്ങണം, അതാണ് കരച്ചിലിന്റെ കാരണം. ഉറങ്ങാൻ കിടന്നപ്പം പപ്പ കുറെ സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നു. പപ്പായുടെ കൂട്ടുകാരന്മാർ വാങ്ങിച്ചു കൊടുത്തതാ, കേക്കും ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ. പിന്നെ ആൻറ്റി പെണ്ണിനെയും പീപ്പിയൊക്കെ വിളിച്ച് എല്ലാവർക്കും ഐസ്ക്രീമും മുട്ടായിയും ഒക്കെ കൊടുത്തു. ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് പെണ്ണിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ആശാട്ടിക്ക് വലിയ ജീവനാ. കുറച്ചൊക്കെ കൊടുത്തു, ബാക്കി ഞങ്ങളെടുത്ത് പാത്തു വെച്ചു. മുഖം മുഴുവൻ വാരി പൊത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പം ചോറും പപ്പടവും തോരനും കറിയും പാവയ്ക്കത്തിയലും മീൻകറിയൊക്കെ ആയിട്ട് നമ്മൾ ചോറ് കഴിച്ചു. ഊണ് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങണമല്ലോ.
അപ്പോൾ കുഞ്ഞിനെ പിടിച്ച് കിടത്തി ഉറക്കി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ ഒരു 4-5 മണിയായി എണീറ്റപ്പം. കുഞ്ഞിപ്പെണ്ണ് എണീറ്റ് വന്നപ്പോൾ ആകെ മൂശാട്ട. പിന്നെ കുറച്ചേരം അതിലേക്ക് എടുത്തോണ്ട് ഞാനങ്ങ് നടന്നു. മോനുചേട്ടൻ വീണ്ടും മിറ്റം പണിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കേക്ക് മുറിച്ച് ഞങ്ങൾ കഴിച്ചു. കുഞ്ഞിന് രാവിലത്തെ ഉപ്പുമാവാണ് കൊടുത്തത്. അവൾക്ക് ഉപ്പുമാവെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. അങ്ങനെ കാപ്പി കുടിയും കഴിപ്പും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ മിറ്റം പണിയിലോട്ട് അങ്ങ് ഇറങ്ങി. ഇരുട്ടുന്നവരെ എല്ലാവരും നിന്നങ്ങ് പണിതു. അപ്പം ഇന്നത്തെ മിറ്റം പണിയൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും ഇങ്ങി കയറി. എന്നിട്ട് ഓരോരുത്തരായിട്ട് കുളിച്ചു. അകത്തോണ്ട് കയറേണ്ട താമസം. ഇവിടെ അടുത്ത നിരത്തൽ തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാം. അലമാരിയിലെ തുണി മൊത്തം വലിച്ച് നിരത്തിയിട്ടുണ്ട്. കൂടെ തന്നെ കളിപ്പാട്ടങ്ങൾ നിരത്തിയിട്ടിട്ടുണ്ട്. ഒരു വിധത്തിൽ പിടിച്ചിട്ട് ഞാൻ അങ്ങ് ഉറക്കി. എന്നിട്ടാണ് അതെല്ലാം അടുക്കി വെച്ചത്. അപ്പോൾ കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. എന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. സാധാരണ ദിവസം പോലെ തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം? വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.